വളരെ എളുപ്പത്തിൽ ലളിതമായി വളരെ ടേസ്റ്റി ആയിക്കൊണ്ടുള്ള ഒരു സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നമുക്ക് സലാഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം എന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിന്ന് വന്നു. അപ്പോൾ ഞാൻ കരുതി അതൊരു സീരീസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം സാലഡ് ഇപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കിയിട്ടില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് ഒരുപാട് പോരായ്മകളും പലരുടെയും ഹെൽത്തിലുണ്ട്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും സുന്ദരമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാവുന്ന ഒരു കാര്യമാണ് സാലഡ്. സാലഡ് ഇല്ലാതെ എത്രത്തോളം നിങ്ങളുടെ വെയിറ്റ് ലോസ് ഹെൽത്തി ആയിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സാലഡ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സാലഡ് എപ്പോൾ കഴിക്കണം, ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം, മുമ്പ് കഴിക്കണം, ശേഷം കഴിക്കണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിബേറ്റുകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വാസ്തവം എന്ത്? നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക, നമുക്ക് ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. പച്ചക്കറികളൊക്കെ റെഡിയാണ്. പാഴ്സ്ലി, ക്യുക്കമ്പർ, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, ലെറ്റസ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിയിൽ നിന്ന് തുടങ്ങാം. ഉള്ളിയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? വൈറ്റമിൻ ബി, സി ഇതൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ പേശികളുടെ പ്രവർത്തനത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് ഷുഗർ ഉള്ളി വളരെ നന്നായിട്ട് നിയന്ത്രിക്കുമെന്ന് എനിക്കറിയാം. ശരീരത്തിലെ അപകടകാരികളായ ബാക്ടീരിയകൾക്കെതിരെ ഇത് പ്രവർത്തിക്കും. അപ്പോൾ ഞാനിത് 50-50 ആക്കണം. എനിക്കൊരു ഉള്ളി മുഴുവൻ വേണ്ട, കുറച്ച് ഓംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇനി ലെറ്റിസ് ഇതേപോലെ തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. ഫൈബർ കുറവാണ്. അതേപോലെ തന്നെ കാൽഷ്യം വളരെ ഹൈ ആണ്. ഫോസ്ഫറസ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. സോഡിയം കുറവാണ്. ഇത് വൈറ്റമിൻ സി, കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. തക്കാളിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ക്യാൻസർ പ്രിവെൻഷൻ, ബ്ലഡ് പ്രഷർ കൺട്രോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഡയബറ്റിസ് ആളുകൾക്ക്, അതേപോലെ ദഹനത്തിന്, കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇതൊക്കെ തക്കാളി വളരെ നന്നായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. ഒരു കപ്പ് തക്കാളിയിൽ 1.5 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീനിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് കിട്ടും. പൊട്ടാസ്യം, വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പാഴ്സ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിലും സെയിം തന്നെയാണ്. ക്യാൻസർ പ്രൊട്ടക്ഷൻ, നമ്മുടെ എല്ലുകളുടെ ശക്തി, ഡൈജഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്രീത്ത് ഫ്രഷ്നെസ് അല്ലേ, നമുക്ക് ഈ വായ്നാറ്റൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. വൈറ്റമിൻ കെ റിച്ച് ആണ്. പിന്നെ ഒരു ഐറ്റമാണ് ക്യുക്കമ്പർ നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ, ജലീകരണത്തിന് വളരെ നല്ല ഒരു കാര്യമാണ്. ഏകദേശം 95% വെള്ളമാണ് ക്യുക്കമ്പറിലുള്ളത്. നമ്മുടെ തൊലിയുടെ ആരോഗ്യത്തിന്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, ക്യാൻസർ പ്രിവെൻഷൻ, ദഹനം, വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു പച്ചക്കറിയാണ് ക്യുക്കമ്പർ. ഇനി ക്യാരറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാരറ്റിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ട് നന്നായിട്ട്, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻസിൽ പ്രത്യേകിച്ച് എ, വൈറ്റമിൻ K1, പൊട്ടാസ്യം, അതുപോലെ നിരവധി ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിന് വേണ്ട ബാക്ടീരിയകളെ അത് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ക്യാരറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണമാണ്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലേശം ലൈം ജ്യൂസ് ഒഴിക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുകളിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സാലഡ് റെഡിയായി. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.